ചേട്ടാ ഞാൻ മുറിയിലുണ്ടാവും. നീ തനിച്ച് പോരുന്ന് കരയരുത്. കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നിയാ നീ ഞങ്ങളുടെ അടുത്തേക്ക് പോന്നേക്ക്. നമുക്ക് ഒരുമിച്ചിരിക്കാമല്ലോ. ശരി. നമ്മളോട് ഒരാളൊരു സഹായം അഭ്യർത്ഥിച്ചാൽ നീ ഒരിക്കലും നിരാശപ്പെടുത്താൻ പാടില്ല. ആന്റി പറഞ്ഞത് ശ്രദ്ധിച്ചു രഞ്ജിത്ത്. കൂടെ നിൽക്കേണ്ട സൂര്യ അത് ചെയ്യുന്നില്ല. പകരം ഉണ്ടാവണമെന്നാണ് ആന്റി പറഞ്ഞത്. മനസ്സിലായില്ലേ? എങ്കിൽ ശരി, നിങ്ങൾ സംസാരിച്ച് നിൽക്കാം. നീയേ ഇവന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്ക. രാവിലെ മുതൽ പരിങ്ങി പരിങ്ങി നടക്കുക. ഒരു ദുരൂഹത മണക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാ നീ പറയുന്നേ? ദുരൂഹതയോ? വാട്ട് യു മീൻ? എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ? എത്ര ഒളിപ്പിച്ചാലും മനസ്സിൽ നിന്ന് ചാടാൻ പാകത്തിലുള്ള എന്തെങ്കിലും. ഒന്നുമില്ല, നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. പക്ഷെ എന്തോ ഉണ്ട് ബ്രദർ. ചോദിച്ചാ പറയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനത് കണ്ടുപിടിക്കുമെന്ന് ബ്രദറിനും അറിയാം. ഓക്കെ. ഹരിത, അത് എന്തുപറ്റി? ഒന്നുമില്ല. നീ ചിന്തിക്കുന്ന പോലെ ഒന്നുമില്ലെന്ന് പറയാനാ. മനസ്സിലായോ? ആ സോമേ, എന്ത് ചെയ്താലും അവസാനമില്ലാത്ത ദുരിതങ്ങൾ മാത്രമാണ്. അദ്ദേഹം ജയിലിലുമാണ്. യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ക്രൂരമായി ശിക്ഷിക്കപ്പെടുന്നു. ക്ഷേത്രങ്ങളിലെ വഴിപാടുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. വർഷാവർഷം നടത്താറുള്ള എല്ലാ പൂജകളും കൃത്യസമയത്ത് നടത്തുന്നുമുണ്ട്. തിരുമേനി, എന്റെ വിവാഹം തീരുമാനിച്ചിരിക്കുക. തീരുമാനിച്ച ദിവസം മുതൽ പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. കോപമാണ്. പൂജകളും വഴിപാടുകളും കൃത്യമായി നടത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ദേവീ സമാനയായ ഒരാൾ നിരന്തരം അവഹേളിക്കപ്പെടുകയാണ്. ദേവി സമാനമായ ആളും മനസ്സിലായില്ല തിരുമേനി. ഈ കുടുംബത്തിലെ
ഏതെങ്കിലും ഒരു നാരീരത്നത്തെ അപമാനിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടോ? അത് തന്നെയാണ് കാരണം.